തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാകുമ്പോൾ തീരുമാനം ഒരിക്കലും ഉണ്ടാവില്ലെന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. സഭയ്ക്ക് രാഷ്ട്രീയമായ പ്രത്യേക നിലപാടുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും സഭയ്ക്ക് വിരോധമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും എതിരായിട്ട് സഭ നിൽക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും സഭ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. കാരണം മലങ്കര സഭ അംഗങ്ങളായിട്ടുള്ളവർ പല രാഷ്ട്രീയ പാർട്ടികളിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരുത്തരെ മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകാൻ മലങ്കര സഭയ്ക്ക് സാധിക്കുകയില്ല. അല്ല, ഈ പള്ളി തർക്കത്തിൽ ശരിക്കും സഭയ്ക്ക് നീതി നടപ്പിലായിട്ടില്ലല്ലോ. അത് നേരത്തെയൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഓർത്തഡോക്സ് സഭ എടുത്തിരുന്നൊരു നിലപാടുണ്ടല്ലോ, അതായത് സർക്കാർ അനുകൂലമായി നിൽക്കാതെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തവണ അത് ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1958 മുതൽ കോടതി വിധികൾ നടപ്പാക്കിയ അനേക പള്ളികളുണ്ട്. 58 കോടതി വിധികൾ നടപ്പാക്കിയവരുണ്ട്. 95 വിധിക്ക് ശേഷം നടപ്പാക്കിയവരുണ്ട്. അതിനുശേഷം 2017 വിധിക്ക് ശേഷവും കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളുണ്ട്. ഇനിയും അത് അങ്ങനെ വന്നിട്ടുള്ളവരാരും പുറകോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇനിയും അത് നടപ്പാക്കാനുള്ള അനേക പള്ളികളുണ്ട്. ഇനി അതും കാലക്രമേണ നടപ്പാക്കിക്കൊള്ളും എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതിന് ധൃതിയൊന്നുമില്ല. സഭയുടെ അടിസ്ഥാന തത്വങ്ങൾ വിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. അതനുസരിച്ച് വരുന്നതിന് എത്ര കാലം വരെയും കാത്തിരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് നീതിയോ സത്യമോ സഭയുടെ സ്വാതന്ത്ര്യമോ ബലി കഴിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു സമാധാന ശ്രമത്തിനും മലങ്കര സഭ തയ്യാറാവില്ല. അതെത്ര കാലം കഴിഞ്ഞാണ് ഉണ്ടാകുന്നതെങ്കിലും അത്രയും കാത്തിരിക്കുക എന്നുള്ളത് സഭയ്ക്ക് ഉള്ളതായ ദൗത്യമാണ്. അങ്ങനെ കാത്തിരുന്നത് കൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും സഭയോട് ആളുകൾ സഭയുടെ ഭരണഘടനയും അതുപോലെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അത് തുടരുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നിശ്ചയമായിട്ടും അതുതന്നെ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. പല ഡിസ്കഷൻസ് ഞങ്ങൾ നടത്തുന്നതിൽ PR സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഉടൻ തന്നെ JB കോശി കമ്മീഷൻ്റെ പരാമർശനങ്ങൾ ഇതുവരെയും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണത് പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരണ ഡോക്യുമെൻ്റ് ഗവൺമെൻറ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് നമുക്ക് ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയുടെ നിലപാടും സഭ ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഞങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുക. ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഈ നിലപാട് തന്നെ, അതായത് 2017 അല്ല, സഭാ ഭരണഘടനയും അനുസരിച്ചുള്ള ഒരു ഡയലോഗിന് മാത്രമേ തയ്യാറാവുള്ളൂ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയതാണ്. അത് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞങ്ങളുടെ മെത്രാച്ചന്മാർ പ്രതിനിധികൾ അവിടെ പോയി. മറ്റ് ആളുകളും മറ്റ് സഭയിൽ നിന്ന് യാക്കോബായ സഭയിൽ നിന്നുള്ള ആളുകളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ദീർഘമായ ചർച്ചകൾ അവിടെ നടത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നിരാശരാകുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വീണ്ടും വിളിച്ചാൽ വീണ്ടും പോകും. ഏത് പ്രധാനമന്ത്രിയല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ആരുമായിട്ടും എന്ത് ചർച്ചയും ചെയ്യാൻ മലങ്കര സഭ എന്നും തയ്യാറാണ്. എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നവർക്ക് അത് പ്രയോജനമാകാം. നമുക്കറിയില്ല. നമ്മളുടെ രാഷ്ട്രീയമായുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാര്യത്തിലും ആരെയും നിർബന്ധിക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ നിലപാടുകൾ ഒരു തരത്തിലും മാറ്റാൻ നമ്മൾ തയ്യാറുമല്ല. അതെപ്പോഴും അങ്ങനെയാണല്ലോ. സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും നടപ്പാക്കാത്ത ഒത്തിരി പള്ളികളുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ പോലും കിട്ടിയിട്ട് അതിനെല്ലാം എതിരായിട്ട് അപ്പീലുകളും മറ്റുമൊക്കെ കോടതി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് വലിയ ധൃതിയൊന്നുമില്ല. അത് തീർന്നിട്ട് മതി. അതിൽ കൂടി എടുക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് ഞങ്ങളെന്നും അങ്ങനെയാണ്. 58 അതെ, 95 അതെ, 2017 അതെ. അന്ന് അതിന് അനുകൂലമായി നിന്ന സാഹചര്യത്തിലെല്ലാം കോടതി വിധി നടപ്പായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അത് നടപ്പാക്കാനുള്ള ശ്രമം നമ്മൾ തുടരുകയാണ്. ഇപ്പോൾ
ഇപ്പോൾ 5-6 മാസമായി സഭയുടെ കേസുകൾ അല്ലെങ്കിൽ മുഴുവൻ ഡിസ്കഷൻ വാദങ്ങൾ മുഴുവൻ തീർന്നിട്ടും 2-3 മാസമായിട്ട് അതിൻ്റെ വിധിയൊന്നും പറയുന്നില്ല. നമ്മളെ ന്യായാധിപനെ കൊണ്ട് വിധിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അവർ വിധിക്കുന്ന കാലഘട്ടത്തിൽ സഭയ്ക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ അതിലേക്ക് പോകും. അത് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. കോടതി വഴി തന്നെയാണ് സമാധാനം ഉണ്ടാവുന്നത്. കോടതി വഴി എന്നുള്ളതല്ല, കോടതിയാണ് സമാധാനത്തിനുള്ള മാർഗങ്ങൾ പറഞ്ഞത്. ആ മാർഗങ്ങൾ അനുസരിക്കുമ്പോൾ, എല്ലാവരും അനുസരിക്കുമ്പോൾ സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ്.